ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കിലെ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ അതല്ലെങ്കിൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന ഫിറ്റിംഗ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുമ്പ് എന്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ക്ലാസ്സുകൾ അയച്ചു കൊടുക്കുക. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കിലെ കുറെ ക്ലാസ്സുകൾ നേരത്തെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ വാച്ച് ചെയ്യുക. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: ഫിറ്റ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി ഫോളോയിങ് ഡാറ്റ. മാർക്സ് 10, 20, 20, 30, 30, 40, 40, 50, 50, 60, 60, 70 and last one 70, 80. Number of students 4, 22, 48, 66, 40, 16, 4. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ ആദ്യം നമുക്ക് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടെത്തണം. ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് മീന് കണ്ടെത്തുക, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും എങ്ങനെ കണ്ടെത്തുക എന്നുള്ളത് നമ്മൾ നേരത്തെ ബേസിക് ന്യൂമറിക്കൽ സ്കില്ലിലൊക്കെ പഠിച്ചതാണ്. കൂടുതൽ നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ കൂടുതൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ടതില്ല. ജസ്റ്റ് നമുക്ക് എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്നുള്ളത് പെട്ടെന്ന് പറഞ്ഞു പോകാം. നേരത്തെ ഉള്ള ക്വസ്റ്റ്യനിലൊക്കെ നമുക്ക് മീൻ ഡയറക്റ്റ് എക്സ് ബാർ ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ തന്നതായിരുന്നു. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, നമ്മൾ കണ്ടെത്തണം. അതിന് ചെയ്യുന്ന മെത്തേഡ് ജസ്റ്റ് നോക്കാം. നമ്മൾ ബേസിക് ന്യൂമറിക്കൽ സ്കിൽ എന്ന് പറയുന്നതിൽ പഠിച്ചതാണ്. ആദ്യം നമ്മൾ ക്ലാസ് കൊടുക്കുന്നു, പിന്നെ അതിന്റെ മിഡ് പോയിന്റ് കാണുന്നു, അതാണ് നമ്മൾ മാർക്സ് എക്സ് എന്ന് പറഞ്ഞ് കൊടുത്തത്. പിന്നെ ഫ്രീക്വൻസി കൊടുക്കുന്നു, പിന്നെ എഫ് എക്സ് കാണുന്നു, അതായത് എഫ് ഇൻറ്റു എക്സ്. അതായത് ഇവിടെ ഒന്നാമത്തെ ക്ലാസ് 10, 20 ആണ്. ഓക്കെ, അപ്പൊ 10 to 20 എന്നതിന് മിഡ് പോയിന്റ് ആണ് എത്ര? 15 വരുന്നത്. ഇനി അടുത്ത 20, 30യുടേതാണ് 25, 30, 40 ആണ് 35, 40, 50യുടെ 45, 50, 60യുടെ 55, 60, 70യുടെ 65, 70, 80യുടെ 75. അതൊക്കെ അല്ലേ? ഇതിന്റെ ക്ലാസിന്റെ മിഡ് പോയിന്റ് കൊടുത്തതാണ് ഇവിടെ എക്സ് എന്ന് നമ്മൾ എടുക്കുന്നത്. ഇനി ഫ്രീക്വൻസി, ഇത് ക്വസ്റ്റ്യനിൽ തന്ന വാല്യൂസ് ആണ് ഫ്രീക്വൻസി അല്ലെങ്കിൽ എഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എഫ് എക്സ് എന്ന് പറയുന്ന കോളം എന്താണ്? ഈ എക്സും എഫും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് 15 into 4 ആണ് 60. അതേപോലെ 25 into 22 ആണ് 550 എന്ന് പറയുന്നത്. 35 into 48 കണ്ടു കഴിഞ്ഞാൽ 1680 ആണ്. ഇങ്ങനെ ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കിട്ടും. അതായത് സിഗ്മ എഫ് എക്സ്, ഇതിന്റെ ടോട്ടൽ, ഈ കോളത്തിന്റെ ടോട്ടൽ ആണ്. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 8800 എന്ന് കിട്ടും. ഇനി അതേപോലെ ഫ്രീക്വൻസിയുടെ കോളവും നമ്മൾ ടോട്ടൽ ചെയ്യാം. ഇതിനെല്ലാം കൂടി ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 200 എന്ന് കിട്ടും. ഇതാണ് n. ഓക്കെ, അപ്പൊ നമ്മൾ എക്സ് ബാർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ n ആണ്. സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ n. ഓക്കെ, സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്നത് 8800 ആണ്. ഡിവൈഡ് ബൈ 200 നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആൻസർ എത്ര കിട്ടും? 44 എന്ന് നമുക്ക് എക്സ് ബാറിന്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പൊ മീൻ എത്രയാണ്? 44 ആണ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണലാണ്. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ സിഗ്മ എന്നുള്ളത് കണ്ടെത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? റൂട്ട് സിഗ്മ എഫ് ഡി സ്ക്വയർ ഡിവൈഡ് ബൈ എൻ ആണ്. കുറെ ഇക്വേഷൻസ് ഉണ്ട്, നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്ന ഇക്വേഷൻ ആണ് സിഗ്മ എഫ് ഡി സ്ക്വയർ ഡിവൈഡ് ബൈ എൻ. ഓക്കെ, അതിനായിട്ട് നമ്മൾ ആദ്യം ഡി കണ്ടെത്തുന്നു. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? എക്സ് മൈനസ് എക്സ് ബാർ ആണ്. എക്സ് എന്ന് പറയുന്നത് ഇവിടെ 15 ആണ്, 15 ആണ്. ഈ 15ൽ നിന്ന് നമ്മൾ 44 മൈനസ് ചെയ്യുന്നു. 15 മൈനസ് 44. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര കിട്ടും? -29 എന്ന് കിട്ടും. ഇനി രണ്ടാമത്തതില് 25ൽ നിന്ന് നമ്മൾ 44 കുറക്കുന്നു. അപ്പൊ നമുക്ക് -19 എന്ന് കിട്ടും. ഇനി മൂന്നാമത്തതിൽ നമ്മൾ 35ൽ നിന്നും 44 കുറക്കുന്നു. അപ്പൊ നമുക്ക് -9 എന്ന് കിട്ടും. അങ്ങനെ ഓരോ എക്സിൽ നിന്നും നമ്മൾ എക്സ് ബാർ കുറച്ച് കഴിഞ്ഞാൽ ഇതേപോലെ വാല്യൂസ് കിട്ടും. ഓക്കെ അല്ലേ? ഇനി ഈ ഡിയുടെ സ്ക്വയർ കാണുന്ന നെക്സ്റ്റ് സ്റ്റെപ്പില് ഡി സ്ക്വയർ, അതായത് -29, മൈനസ് എന്നുള്ളത് സ്ക്വയർ കാണുമ്പോൾ പ്ലസ് ആവും. 29 സ്ക്വയർ 841, 19 സ്ക്വയർ 361, 9 സ്ക്വയർ 81, 1ന്റെ സ്ക്വയർ 1, 11ന്റെ സ്ക്വയർ 121, 21 സ്ക്വയർ 441, then 31 സ്ക്വയർ 961. ഓക്കെ, ദെൻ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ കാണുന്നത് ഫ്രീക്വൻസി ഇൻറ്റു ഡി സ്ക്വയർ ആണ്. ഫ്രീക്വൻസി ഇവിടെ എത്രയാണ്? 4 ആണ് ഒന്നാമത്തേല്. അപ്പൊ 4 ഇൻറ്റു എന്ത് കാണണം? 841 കാണണം. അപ്പൊ നമുക്ക് 3364 എന്ന് കിട്ടും. അടുത്തത് 361 കാണുക. അപ്പൊ നമുക്ക് 7942. ദെൻ 48 ഇൻറ്റു 81 കാണുക. അപ്പൊ 3888. ഇതേപോലെ ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഇതിന്റെ ടോട്ടൽ ചെയ്യുന്നു. സിഗ്മ എഫ് ഡി സ്ക്വയർ, ഈ കോളം മൊത്തം ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 31,000 എന്ന് കിട്ടും.
ഓക്കെ, അപ്പൊ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇക്വേഷൻ റൂട്ട് എന്താണ്, സിഗ്മ എഫ് ഡി സ്ക്വയർ എത്രയാണ് 31,000 ഡിവൈഡ് ബൈ n എത്രയാണ്, n എന്ന് പറയുന്നത് 200 ആണ്. അപ്പോൾ ഡിവൈഡ് ബൈ 200 കാണുന്നു. അപ്പൊ 31,200 കണ്ടിട്ട് അതിന്റെ റൂട്ട് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ 12.45 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, 31,000 ഡിവൈഡ് ബൈ 200 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 155 എന്ന് കിട്ടും. 155ന്റെ റൂട്ട് കണ്ടു കഴിഞ്ഞാൽ 12.449 അങ്ങനെ വരും. അപ്പോൾ 12.45 എന്ന് ആൻസർ കിട്ടും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, Z വാല്യൂ കാൽക്കുലേഷൻസ് നടത്തണം. അതിന് ടേബിൾ വാല്യൂയും Z വാല്യൂയും കണ്ടെത്തണം. ജസ്റ്റ് നിങ്ങളൊരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കേർവ് വരക്കുന്നു. നമ്മുടെ മീന് പറഞ്ഞിട്ടുള്ളത് ക്വസ്റ്റനിൽ എത്രയാണ്, നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് എത്രയായിരുന്നു, 44 ആയിരുന്നു. അപ്പൊ ഇതാണ് സെൻട്രലാണ്, ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ കേർവിന്റെ സെൻട്രലാണ് മീന് വരുന്നത്. അപ്പൊ ഇതാണ് മീനിന്റെ ഏരിയ വരുന്നത്. ഓക്കെ, 44 എന്നുള്ളതാണ് മീന് തന്നിട്ടുള്ളത്. ഇനി നിങ്ങൾ നോക്കുക, ഇതിന്റെ രണ്ട് പാർട്ടായിട്ട് നമ്മൾ തിരിക്കുന്നു. ഈ 44ന് കുറവുള്ളതും 44ൽ കൂടുതലുള്ളതും. അപ്പൊ നമ്മുടെ മാർക്ക് തന്നത് 10, 20, 30 ആ റേഞ്ച് ആയിരുന്നു. 10 to 20, 20 to 30, 30 to 40 ഇങ്ങനെയായിരുന്നു തന്നത്. അപ്പൊ 44ന് കുറവുള്ള നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചു, കൂടുതലുള്ളത് റൈറ്റ് സൈഡിലും കാണിച്ചു. നമുക്ക് തന്നിരിക്കുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ജസ്റ്റ് കാണിച്ചതാണ്. ഓക്കെ, ഇനി ഇവിടെ നമുക്കറിയാം ഈ 44ന് കുറവുള്ള ഈ ലെഫ്റ്റ് സൈഡ് മൊത്തം 0.5 ആണ്. ഇതിന് കൂടുതലുള്ള ഈ ഏരിയ മൊത്തം എത്രയാണ്, 0.5 ആണ്. അപ്പൊ നമ്മള് ഇവിടെ മാർക്സുകളെ ഒന്ന് ജസ്റ്റ്, ഒന്നാമത്തത് 0 to 44 ഒന്നാമത്തെ കൊടുക്കുന്നു. 0 മുതൽ 44 വരെയുള്ള ഏരിയ. ഇവിടെ നിങ്ങൾ Z വാല്യൂ കണ്ടെത്തുമ്പോൾ ലോവർ ലിമിറ്റിന്റെതാണ് കണ്ടെത്തുക. ഇപ്പൊ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് ഇവിടെ 0 ആണ്. 0യുടെ Z വാല്യൂ കണ്ടെത്തി കഴിഞ്ഞാൽ 0 ആണ് കിട്ടുന്നത്. ഇനി ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്, ഈ 0.5 ആണ് വരുന്നത്. ഈ ഏരിയ മൊത്തം 0.5 ആണ്. ഇതാണ് ജസ്റ്റ് കാണിച്ചത്. ഇനി അടുത്തത് വരുന്നത് 10 to 44 ആണ്. 10 മുതൽ 44 വരെ ഇതാണ് ഇവിടെ കാണിച്ചത്. ഇതിന്റെ ഏരിയ നമ്മൾ കണ്ടെത്തണം. ഇതിന്റെ ഏരിയ കണ്ടെത്താൻ നമ്മൾ ആദ്യം Z വാല്യൂ കണ്ടെത്തണം. Z എന്ന് പറയുന്നത് ഇവിടെ x എത്രയാണ്, 10 ആണ് എടുക്കേണ്ടത്. ഇതിന്റെ ലോവർ ലിമിറ്റ്. ഇതിൽ നിന്ന് x ബാർ മൈനസ് ചെയ്യുക. x ബാർ എത്രയാണ്, 44 ആണ്. ഡിവൈഡ് ബൈ 12.45 ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതായത് -34 ഡിവൈഡ് ബൈ 12.45 ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് -2.73 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതിന്റെ കറസ്പോണ്ടിങ് ടേബിൾ വാല്യൂ നമ്മൾ കണ്ടെത്തുന്നു. -2.7 എന്നതിൽ എന്ത് ചെയ്യുന്നു, 0.03 എന്നതിനെ നേരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ എത്ര കിട്ടും, 0.4968 എന്ന് കിട്ടും. ആ വാല്യൂ നമ്മൾ ഇങ്ങോട്ടേക്ക് ആ ഒരു ഏരിയ കൊടുക്കുന്നു. അതായത് 10 മുതൽ 44 വരെയുള്ള ഈ ഒരു ഏരിയ ആണ് 0.49, ഇത്രയും ഏരിയ ആണ് 0.4968 വരുന്നത്. ഇതേപോലെ 20 to 44 20 എന്നതിന്റെ Z വാല്യൂ നമ്മൾ കണ്ടെത്തുന്നു. ഓക്കെ, 20 മൈനസ് ഇവിടെ എന്ത് വരും, 20 മൈനസ് 44 ഡിവൈഡ് ബൈ 12.45 എന്ന് കിട്ടും. അതായത് എന്ത് വരും, -24 ഡിവൈഡ് ബൈ 12.45 എന്ന് കിട്ടും. ആൻസർ -1.93 എന്ന് കിട്ടും. -1.93 അതിന്റെ ടേബിൾ വാല്യൂ കാണാൻ 1.9ൽ 03 എന്നതിന് നേരെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് 0.4732 എന്ന് കിട്ടും. ഓക്കെ, അതായത് 20 മുതൽ 44 വരെ ഇത്രയും ഏരിയ ആണ് വരുന്നത്. ഇനി ഇതേപോലെ 40 to 44 എന്നത് വരെ ഉള്ളതിൽ ഇവിടെ ലോവർ ലിമിറ്റിനെ എടുത്തുകൊണ്ട് അതിന്റെ Z വാല്യൂ കാണുന്നു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് 44ന് മുകളിലോട്ട് വരുന്ന ലാർജ് വാല്യൂ ഏതാണ് വരുന്നത്, അതിൻ്റെതാണ് കൊടുക്കേണ്ടത്. 44 50 എന്നതിൽ 50 എന്നതിന്റെ ടേബിൾ വാല്യൂ Z കാണണം. എന്നിട്ട് അതിന്റെ ടേബിൾ വാല്യൂ കാണാം. 60 എന്നതിന്റെ, 70 എന്നതിന്റെ, 80 എന്നതിന്റെ ഇങ്ങനെ Z വാല്യൂ കാണുക, അതിന്റെ ഏരിയ കണ്ടെത്തുക. ഓക്കെ, ഇതാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നത്. അതായത് Z വാല്യൂ കണ്ടെത്തലും അതേപോലെ ഏരിയ കണ്ടെത്തലും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഓരോ മാർക്കുകളുടെയും ഇടയിൽ വരുന്ന ഏരിയാസ് കണ്ടെത്തലാണ്. നേരത്തെ കറസ്പോണ്ടിങ് ഏരിയാസ് കണ്ടെത്തി. അപ്പൊ ഇവിടെ അതിനിടയിൽ വരുന്ന ഏരിയ എത്രയാണെന്നുള്ളത് കണ്ടെത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ വരച്ച നോർമൽ കേർവിലേക്ക് വരിക. അതിൽ അപ് ടു 10 എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ഇത്രയും ഏരിയാസിന്റെ പ്രൊപ്പോർഷൻ എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ മൊത്തം 0.5 ആണ്. ഇത് ടോട്ടൽ 0.5 ആണ് വരുന്നത്. ഈ 0.5ൽ നിന്നും ഈ 10 മുതൽ 44 വരെ വരുന്നതിന്റെ പ്രൊപ്പോർഷൻ നമ്മൾ തൊട്ട് മുമ്പ് വരച്ച ടേബിളിൽ കണ്ടെത്തിയതാണ്. എത്രയായിരുന്നു, 0.4968 ആയിരുന്നു. അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഏരിയയുടെ ഇത് കിട്ടും. ഈ ഒരു ഏരിയയിൽ വരുന്നത് എത്രയാണ്, 0.0032 എന്ന് നമുക്ക് കിട്ടും. അതായത് ഈ ഒരു പാർട്ടിൽ വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് 10 to 20 ആണ്. ഈ 10ന്റെയും 20യുടെയും ഇടയ്ക്കുള്ളത്
കണ്ടെത്താൻ, ആ ഒരു ഏരിയയുടെ പ്രൊപ്പോർഷൻ കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 10 മുതൽ 44 വരെ എന്നതില് 10 to 44 എന്നതിന്റെ ഏരിയ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ നിന്നും എന്ത് കുറച്ചാൽ മതി? 20 to 44 എന്നതിന്റെ ഏരിയ കുറച്ചാൽ മതി. ഓക്കെ, 10 to 44 എത്രയാണ്? 0.4968 ആണ്. അപ്പൊ ഇവിടുന്ന് 20 to 44 എത്രയാണ്? 0.4732 ആണ്. ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏരിയ കിട്ടും. അതായത് ഇവിടെ പോയിന്റ് എന്ത് വരും? 0.0236 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി അടുത്തത് 20 to 30 കാണണം. 20 to 30, ഈ 20യുടെയും 30യുടെയും ഇടയ്ക്കുള്ള കണ്ടെത്താൻ നമ്മൾ 20 to 44ന്റെ ഏരിയ കണ്ടെത്തിയിട്ടുണ്ട്. അതേപോലെ 30 to 44ന്റെ ഏരിയ അറിയാം. ആ 20 to 44 എന്ന് പറയുന്ന ഏരിയയിൽ നിന്നും 30 to 44 എന്നതിന്റെ ഏരിയ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏരിയ കിട്ടും. അപ്പൊ അത് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് 0.1046 എന്ന് കിട്ടും. ഇങ്ങനെ ഓരോന്നിന്റെയും ഏരിയാസ് നമ്മൾ സെപ്പറേറ്റ് കണ്ടെത്തുന്നു. അത് ജസ്റ്റ് വേണമെങ്കിൽ ഇതിനുള്ളിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് നോട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ ഓരോന്നിന്റെയും ഏരിയാസ് കണ്ടെത്തുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത്. ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഫ്രീക്വൻസി കണ്ടെത്തുന്നു. ഫ്രീക്വൻസി കണ്ടെത്തല് ഏരിയ ഇൻറ്റു 200 കണ്ടാൽ മതി. 200 ആണ് നമ്മുടെ ടോട്ടൽ n വരുന്നത്. അതുകൊണ്ട് മൾട്ടിപ്ലൈ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഏരിയ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഫ്രീക്വൻസി കിട്ടുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന മാർക്സ് അപ് ടു 10 വരെയുള്ള മാർക്സിന്റെ ഏരിയ പ്രൊപ്പോർഷൻ നമ്മൾ തൊട്ടു മുമ്പ് കണ്ടെത്തി. അതാണ് ഇവിടെ കൊടുത്തത് 0.0032. അങ്ങനെ 10 to 20 0.0236 തൊട്ടു മുമ്പ് കണ്ടെത്തിയ ആ വാല്യൂ ഇങ്ങോട്ടേക്ക് എടുത്തിരുന്നു. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 40 to 50 എന്നുള്ളതായിരുന്നു നമ്മുടെ റേഞ്ച് വരുന്നത് മാർക്സിന്റെ. അവിടെ നമ്മൾ 40 to 44ഉം അതേപോലെ 44 to 50 എന്നുള്ളതാണ് കണ്ടെത്തിയത്. അപ്പൊ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? അത് രണ്ടിനെയും സെപ്പറേറ്റ് കൊടുത്തു. ഇത് 0.1255 ഇൻറ്റു എന്ത് ചെയ്യുന്നു? 200 കാണും. ഇവിടെ എല്ലാം 200 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ 0.0032 ഇൻറ്റു 200, 0.0236 ഇൻറ്റു 200 ഇങ്ങനെയാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ ഇവിടെ ഇത് രണ്ടിന്റെയും സെപ്പറേറ്റ് കണ്ടിട്ട് അതിന്റെ ടോട്ടൽ ഇപ്പൊ നമുക്ക് 62 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇത് ഏരിയയുടെ കൂടെ എന്ത് ചെയ്യുന്നു? നമ്മൾ 200 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഏരിയ എന്നതിനെ നമ്മൾ 200 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഫ്രീക്വൻസി കിട്ടും. അപ്പൊ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീക്വൻസി 200ഉം ഏരിയ 1, അതായത് മൊത്തം പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഇത് മൊത്തം 1 ആണ്. 0.5ഉം 0.5ഉം. അപ്പൊ ഇത്തരത്തിലാണ് ഇതിനെ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്, എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ് ക്വസ്റ്റ്യന്. കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.